രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ഇന്നലെ ആയിട്ട് കോളേജിൽ ഫെസ്റ്റ് നടക്കുകയാണ്, കാസ്കേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഡിറ്റോറിയമൊക്കെ അത്യാവശ്യം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ NSSൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുണ്ട്, അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും ഓൾ ഇൻ ഓൾ ആയിട്ട് അങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി കോളേജിൽ പോയിട്ട് പരിപാടികളൊക്കെ കാണാം, പിള്ളേരുടെ പരിപാടികളൊക്കെ നടക്കില്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. ഇതൊക്കെ ഓരോ കോമ്പറ്റീഷൻസ് ആയിരുന്നു കേട്ടോ. നടുക്കൊരു കർട്ടനൊക്കെ കെട്ടിയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ഒരേപോലെ ഡാൻസ് കളിക്കുന്നതും എന്തൊക്കെ കോമ്പറ്റീഷനാണെന്ന് നോക്കണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ കാണുന്നത് കേട്ടോ. അതും എല്ലാ കോമ്പറ്റീഷൻസിനും ഒത്തിരി കോമ്പറ്റീഷൻസ്, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും തന്നെ ക്യാഷ് പ്രൈസ് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതും. അപ്പോൾ എന്തായാലും ഇതുപോലെ സ്പോർട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞങ്ങളടുത്ത് കയറാൻ വേണ്ടി മിസ്സുമാരൊക്കെ കുറേ നിർബന്ധിച്ചു. പക്ഷേ ഞങ്ങളൊക്കെ കയറി. എന്തിനാ വെറുതെ കോളേജുകാരെ നാണം കെടുത്തണേന്ന് കരുതി അങ്ങോട്ടേ പോയിട്ടില്ല. എന്തായാലും പരിപാടി നല്ല ഗംഭീരമായി. അങ്ങനെ നമ്മുടെ കോളേജിലെ പിള്ളേരുടെ തന്നെ ഫാഷൻ ഷോയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് എല്ലാം അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാം ഓൾ ഇൻ ഓൾ. അങ്ങനെ നമ്മുടെ വൈറൽ ചായ് കപ്പിൾസ് നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ചായ മേടിച്ച് കുടിക്കാനുള്ള പോക്കാണിത്. അങ്ങനെ ഞാനും അവരുടെ കൂടെ ചായ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കേട്ടോ. ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ ഇവരൊന്ന് കാണണമെന്നുണ്ടായി. എറണാകുളത്തായിട്ട് പോലും ഞങ്ങൾക്ക് ഇതുവരെയും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും കോളേജിൽ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ട് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം. ഞങ്ങൾ ഓൾറെഡി നേരത്തെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയായിരുന്നു, ബൺ മസ്കയും ഇറാനി ചായയും. അപ്പം നമ്മൾ ആ വീട്ടിലുണ്ടാക്കി കുടിച്ച അതേ ഫ്ലേവർ തന്നെയായിരുന്നു എനിക്ക് ഫീൽ കിട്ടിയത്. അത്യാവശ്യം കൊള്ളായിരുന്നു. എനിക്ക് നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട് എനിക്കങ്ങനെ നെഗറ്റീവ് പറയാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്തൊരു സമൂസയും കഴിച്ച് DJ കയറി കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങളുടെ കോളേജ് ലൈഫിൽ ഫൈനൽ ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് പരിപാടിയാണ് ഈ നടക്കുന്നത്. ഇനി ഇങ്ങനൊരു പരിപാടി ഞങ്ങൾക്ക് ലൈഫിൽ കിട്ടുമില്ല എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ അതിനകത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.